പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഒരു കുറിവാക്യമായിട്ട് ചെറിയൊരു വാക്യം ഞാൻ പറയാം. എഫേസ്യർ 4-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. പിശാചിന് ഇടം കൊടുക്കരുത്. കുഞ്ഞെ, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്സിൽ നീ വന്നു പെട്ടാലും അത് നിന്നെ വിരിഞ്ഞു മുറുക്കുവാനിടയാകരുത്. നീ ഒപ്രസ്ഡായിട്ട് ഡിപ്രസ്ഡായി പോകാനായിട്ട് ഒരു ഔട്ട്സൈഡ് ഫോഴ്സിനെയും നീ അനുവദിക്കരുത്. പക്ഷേ ഓർത്തോണം, നിൻ്റെ ഉള്ളിലുള്ള നിൻ്റെ ഇൻവേർഡ് സ്ട്രഗിൾസ് ഉണ്ടല്ലോ, അതിനെയും നീ കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ചോണം. ദൈവത്തിൻ്റെ ശക്തിക്ക് മാത്രമേ ചില ഇൻഫ്ലുവൻസസിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ആ കുറിവാക്യം, ഞാൻ വായിച്ച ആ കുറിവാക്യം, ബൈബിളിലെ ആ വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എ ഫുട് ഹോൾഡ്. നമ്മൾ ഒരു ഇടം പിശാചിന് കൊടുത്താൽ, നമ്മുടെ ജീവിതത്തിൽ കൊടുത്താൽ എന്തു പറ്റുമെന്നറിയാമോ? അവനവിടെ അങ്ങ് കുടിവാർക്കും. പീരീഡ് ഓഫ് സ്ട്രെസ് അങ്ങ് നീണ്ടു പോകും. നമ്മളെന്നിട്ട് എന്തൊക്കെ മുറിവ് പിടിക്കുമെന്നറിയാമോ? ഭയം, ആങ്സൈറ്റി, ആങ്കർ, ഹോപ്പ്ലെസ്നെസ്, അങ്ങനെല്ലാം വന്ന് നാം ഒപ്രസ്ഡായിപ്പോവും കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെ പിശാച് നമ്മുടെ മേൽ കൊണ്ടുവെക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കണം, ദൈവത്തിനാണ് സർവശക്തി ഉള്ള ഒരു കൃപയുള്ളത്. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. കുഞ്ഞെ, എല്ലാ ബേർഡനും നിൻ്റേത് എടുത്തു മാറ്റുവാൻ അവൻ ശക്തനാണ്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പിശാചിനെ ഓൾറെഡി തോൽപ്പിച്ചതാണ്. നാമും ഒരടിമനുഖത്തിലും കുടുങ്ങിപ്പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മയും സ്വാതന്ത്ര്യത്തിൽ നടത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വി ക്യാൻ ലേൺ ടു ലീവ് കണ്ടിന്യൂലി ഇൻ ഹിസ് വിക്ടറി. പ്രൈസ് ഗോഡ്. നമ്മളിങ്ങനെ വെപ്രാളം പിടിച്ച്, ബുദ്ധിമുട്ടി, സ്ട്രെസ്സ് പിടിച്ച്, ഡിപ്രസ്ഡായിട്ട് ഒന്നും ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൊളാപ്സ് ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം നാം ഫ്രീ ആയി തീരുവാൻ തക്കവണ്ണം നാം ഒരാളെ ആശ്രയിക്കണം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, ഉയരത്തിൽ വസിക്കുന്ന വലിയവനായ ദൈവത്തിൽ നാം ആശ്രയിക്കണം. ഏത് സാഹചര്യത്തിൽ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം അവൻ ശക്തനാ, അവന് മനസ്സുമുണ്ട്. ഒപ്രസീവായിട്ടുള്ള സ്ട്രെസ്സ് വരുമ്പോൾ എനിക്കറിയാം, ഒന്നും പറ്റാത്തപ്പോഴാണ് ചിലർ പള്ളിയിൽ വരാൻ തുടങ്ങുന്നത്, ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്, യേശുവിൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പവർ ഓഫ് ഗോഡ്സ് ഹോളി സ്പിരിറ്റ്, അതിനുവേണ്ടി അനേകരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, പ്രാർത്ഥിക്ക്. സമാധാനം ദൈവം തരട്ടെ. നിൻ്റെ ദുഃഖത്തെയൊക്കെ സന്തോഷമാക്കി മാറ്റട്ടെ. നിൻ്റെ സകല ഡെസ്പയറും അവൻ ഹോപ്പിലേക്ക് ആക്കി തീർക്കട്ടെ. ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കണം. ദൈവത്തെ നാം പൂർണ്ണമായിട്ട് കണ്ണുമടച്ച് ആശ്രയിക്കണം, വിശ്വസിക്കണം. ഗോഡ് ഹാസ് മോർ പവർ, മോർ ദാൻ ഇനഫ് പവർ എന്ന് ഞാൻ പറയട്ടെ. ഗോഡ് ഹാസ് മോർ ദാൻ ഇനഫ് പവർ ടു ബ്രേക്ക് യുവർ യോക്ക് ഓഫ് സ്ട്രെസ്. ഇത് വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ കുഞ്ഞെ, നീ രക്ഷപ്പെട്ടു കേട്ടോ. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുങ്ങ്. എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നിൻ്റെ സ്ട്രെസ് ഫാക്ടർ ജീവിതത്തിൽ എന്താണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നീ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അതിൻ്റെ കോസ് നീ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ചില പ്രോമിനൻറ്റ് സ്ട്രെസ് ഇൻഡ്യൂസേഴ്സ് എന്താണെന്ന് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. ഒന്ന് ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റി എപ്പോഴും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിലാണ്. അൺസർട്ടനിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. ചില പിള്ളേർ, ചില മുതിർന്നവർ ആങ്ഷ്യസ് ആകും. എന്നിട്ട് അവർക്ക് അവരുടെ ജീവിതത്തെ, അവരിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ തന്നെത്താൻ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം ഔട്ട് ഓഫ് കൺട്രോളായി പോയിട്ട് അവരെ കുഴച്ചു മറിക്കുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളിലേക്ക് കയറും. എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അത് അടുത്ത സ്ട്രെസ് ഇൻഡ്യൂസറിനെ കൊണ്ടുവരും. അതെന്തോ ഭയം. കാരണം ജീവിതത്തിൽ കടന്നു വരുന്ന സംഭവങ്ങൾ, ലോകത്തിൽ കേൾക്കുന്ന കാണുന്ന അനേക സംഭവങ്ങൾ, അതെല്ലാം ഭയങ്കര ഡിസ്ട്രെസ്സിങ് സംഭവങ്ങളായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തീർന്നിട്ട് താൻ ഭയപ്പെടാൻ തുടങ്ങും. അയ്യോ, എനിക്കിത് വരുമോ? അങ്ങനെ ചിന്ത വരുന്ന ഒരാൾ റെസ്റ്റ്ലെസ് ആവും.
പാനിക്കാകും, ആധി കയറും, അത് ചിലപ്പം വ്യാധിയായിട്ട് മാറും. ഫാമിലി മെമ്പേഴ്സിന് പോലും അത് മനസ്സിലാകും. വേറൊരു സ്ട്രെസ് ഇൻഡ്യൂസർ എന്താണെന്നറിയാമോ? അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. എന്നാൽ അസംഭവമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊക്കെ അങ്ങ് ഒരു പ്രതീക്ഷ അങ്ങ് വെച്ച് ചിലപ്പോൾ പുലർത്തും. ഒത്തിരി നെഗറ്റീവ് സർക്കംസ്റ്റൻസസ് ജീവിതത്തിൽ വരാം, പക്ഷേ അത് നല്ലതിന് വേണ്ടി നമ്മെ ആക്കി തീർക്കാനായിട്ട് കഴിയും. അതിന് റെമഡിയും കിട്ടിയെന്നിരിക്കും. പക്ഷെങ്കിൽ ആ സർക്കംസ്റ്റൻസ് നല്ലതായിട്ട് വരത്തില്ല. അത് ആകപ്പാടെ കുഴയുമെന്നോർത്ത് അങ്കലാപ്പിലായിത്തീരും. അടുത്തത് എക്സസീവ് റെസ്പോൺസിബിലിറ്റി. അതെനിക്ക് നല്ലവണ്ണം അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ എക്സസ് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ്സിലേക്ക് അത് നയിക്കപ്പെടാൻ കാര്യമുണ്ട്. എക്സസീവ് റെസ്പോൺസിബിലിറ്റി അത് ചെയ്തു തരാൻ കുഞ്ഞെ ദൈവം നിനക്ക് ആൾക്കാരെ ഒരുക്കി തരുമെന്നേ. നിനക്കൊരു കൈത്താങ്ങായിട്ട് ദൈവം ആൾക്കാരെ ഒരുക്കി തരും. അതുപോലെ ഓവർ കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തിൽ വന്നാലും അതും ചില പൂർ ഡിസിഷൻസൊക്കെ നിന്നെ കൊണ്ടെടുപ്പിക്കും. ചിലരോട് നിനക്ക് നോ പറയാൻ പറ്റാതെ വരും, ചിലതോട് നിനക്ക് ചോദിക്കാൻ പറ്റാതെ വരും. നീ സ്ട്രെസ്ഡ് ആകും, ഇല്ലേ? എക്സസീവ് റെസ്പോൺസിബിലിറ്റി വന്നാൽ സ്ട്രെസ്ഡ് ആകുമെന്നേ. പിന്നെ അടുത്തതാണ് ഫാമിലി ഇഷ്യൂസ്. ഫാമിലി റിലേഷൻഷിപ്പ് അതൊരു മേജർ സോഴ്സ് തന്നെ. കാരണം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ചേർന്ന് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് അവരുടെ ഭവനത്തിലുള്ളതൊന്ന് ഓർഗനൈസ് ചെയ്യണം. എസ്പെഷ്യലി പിള്ളേരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിള്ളേരുടെ കല്യാണം, അവരുടെ അഡ്മിഷൻസ്, അവരുടെ ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം കഴിയണം. അതുപോലെ പ്രിയപ്പെട്ടവരുടെ വേർപാട് വന്നെന്നിരിക്കും. ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെയൊക്കെ ഇഷ്യൂസ് ഭവനത്തിലുണ്ടായി എന്നിരിക്കും. നീണ്ടു നിൽക്കുന്ന രോഗശക്തികൾ വന്നെന്നിരിക്കും. തലമുറ ചിലപ്പോൾ തലതിരിഞ്ഞു പോയെന്നിരിക്കും. റിബിലിയസ് ചിൽഡ്രനായിട്ട് മാറിയെന്നിരിക്കും. ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ഡിസിഷൻസ് നാം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ കുറ്റം പറഞ്ഞിരിക്കാതെ ആ ഫാമിലി ഇഷ്യൂസ് വലിയ സ്ട്രെസ്സിലേക്ക് ആരെയും കൊണ്ടുപോകാതെ ഞാൻ പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുക. അടുത്തതാണ് വർക്ക് പ്രഷർ. അത് ഞാൻ പറയണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു ബിസിനസ് വേൾഡിലാണ് നാം ഒക്കെ ആയിരിക്കുന്നത്. നമുക്കിങ്ങനെ പറയാൻ കഴിയും, ടൈം ഈസ് മണി. എന്ത് ഹെവി വർക്കാണ് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. അങ്ങനെയുള്ളവർക്ക് കണ്ടിന്യൂസ് സ്ട്രെസ്സാണ് ഉള്ളത്. ഇന്നത്തെ സൊസൈറ്റി പൈസ ഉണ്ടാക്കുന്നതിലും എടുക്കര, ചിലവാക്കുന്നതിലും എടുക്കര. കാരണം കൺസ്യൂമർ പ്രോഡക്ട്സും അതിൻ്റെ സർവീസസും എല്ലാം അങ്ങ് ഒരു ഹയർ പ്രയോറിറ്റി ആയിട്ട് തീർന്നിരിക്കുക. ആൾക്കാർ എന്ത് പറ്റും? കടബാധ്യതയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരവസ്ഥ, സ്ട്രെസ്സ്, ഈ വർക്ക് പ്രഷർ വ്യക്തികളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. വേറൊരു കാര്യമാണ് ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ്. മക്കളെ, 35% ഓഫ് അമേരിക്കൻസിനെ കുറിച്ച് പറയുന്നത് അവരെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് 7 hours ഓഫ് സ്ലീപ്പ് ഈച്ച് നൈറ്റ് വേണമെന്ന്. 3/4 ഓഫ് ദോസ് ഹു സഫർ ഫ്രം ഡിപ്രഷൻ ഓൾസോ സഫർ ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ്. CDC എന്ന് പറഞ്ഞ, അതായത് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, ആ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ സെൻറ്റർ പറയുന്ന കാര്യം, CDC എന്ന് പറഞ്ഞാൽ ദ സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, അവരുടെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സ്ലീപ്പ് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ഹാർട്ട് ഡിസീസ്, ഒബിസിറ്റി, ഡയബറ്റീസ്, ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. അതുകൊണ്ട് ഉറങ്ങുവാൻ ശ്രമിച്ചോണം കേട്ടോ. ഫിനാൻഷ്യൽ ഷോർട്ട് ഫോൾ ആൻഡ് ക്രൈസിസ്, അതായത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് വരും, ഗ്ലോബൽ എക്കോണമി കാണുമ്പോൾ ആപ്പാടെ
കുഴഞ്ഞു പോവുക. റിസഷനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം എടുത്തു പോവുക. അങ്ങനെ പല കാര്യങ്ങൾ, ജനറേഷണൽ പോവർട്ടിയൊക്കെ സ്ട്രെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, ക്രോണിക് ഫിനാൻഷ്യൽ ഷോർട്ട് ഫോൾ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ആൾക്കാർ സ്ട്രെസ്ഡായിപ്പോവും. കുടുംബത്തിനകത്തെ ഒരു രോഗം അത് വന്നാൽ, നീണ്ടു നിന്നാൽ ആൾക്കാർ സ്ട്രെസ്ഡാകും. പിന്നെ ചിലപ്പോൾ ഡെഡ് എൻഡ് സിറ്റുവേഷൻ വരും. അതായത് ചില ബ്രോക്കൺ റിലേഷൻഷിപ്പ്, അല്ലെ കടബാധ്യത, ജപ്തി, അല്ലെങ്കിൽ വലിയ മാരക രോഗത്താൽ ചികിത്സിച്ച് വല്ലാണ്ടായി പോകുന്ന അവസ്ഥ, അതെല്ലാം സ്ട്രെസ്സ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ കേട്ടോ. നമ്മൾക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച്, ഇപ്പോൾ ഞാൻ സ്ലീപ്ലെസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ജയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നടത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ, ഈ ദുഷ്ടലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ സ്ട്രെസ്ഡായി പോകാനല്ല, ഞങ്ങളുടെ പ്രയോറിറ്റി മനസ്സിലാക്കി ഞങ്ങളുടെ ദൈവത്തോട് ചേർന്നിരുന്ന് ജയം വരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.